ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാനിവിടെ പിക്വൽ ഫാമിൽ വന്നിരിക്കുവാണേ. അപ്പോൾ ഇവിടുത്തെ ചൂട് കാരണം മോസ്റ്റ് ഓഫ് ദ ചെടികളും പച്ചക്കറികളൊക്കെ കുറേ നശിച്ചു പോയി. പക്ഷെ ഇവിടെ കുറച്ച് ഹാങ്ങിങ് ബാസ്ക്കറ്റ് ഇവിടെ ഉണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ പ്രാവശ്യം വന്ന് എടുത്തിരുന്നു, പക്ഷേ അത് നമുക്കത്ര പെർഫെക്റ്റായിട്ട് എടുക്കാൻ പറ്റിയില്ല. നോക്കിയേ, എൻ്റെ ഓരോരോ കളേഴ്സ് നോക്കിയേ. ഇത് ചെറിയ തരത്തിലുള്ള പെറ്റൂണിയാണേ. ഞാൻ അങ്ങോട്ടേക്ക് നല്ല നല്ല കളേഴ്സ്, നല്ല റെഡ്, അതിൻ്റെ അപ്പുറത്ത് വൈറ്റ് കിടക്കണമൊക്കെ എന്ത് രസമായിട്ട് കിടക്കണമല്ലേ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇതിലും കൂടുതലുണ്ടായിരുന്നേ. അങ്ങോട്ടേക്കുണ്ട്, അങ്ങേയറ്റം വരെ ഉണ്ട്. പക്ഷേ ഇത് സ്റ്റാഫ് മാത്രമേ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ വന്നിട്ടൊരു വീഡിയോ എടുത്തോളാൻ പറഞ്ഞു. അവിടെ ഒരു മഞ്ഞയൊക്കെ കിടക്കുന്നല്ലേ, നല്ല ഭംഗിയായിട്ട്. അപ്പം നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഈ ഹാങ്ങിങ് ബാസ്ക്കറ്റ്സ് വെള്ള നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ചുമപ്പ്, മഞ്ഞ, ആ ചെറിയ ടൈപ്പുള്ള ആ ഒരു നീലയും മഞ്ഞയും കൂടിയുള്ള കോമ്പിനേഷൻ സൂപ്പറല്ലേ, ഇഷ്ടമായോ? ഇതിൻ്റെ കൂടെ തന്നെ വേറെ കുറച്ച് പെറ്റൂണിയാസ് കൂടിയും അവർ ബാസ്ക്കറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പേരെനിക്കറിയില്ല, ബിഗോണിയാണോന്നറിയില്ല. ഇവിടെയുണ്ട്, ഇതിൻ്റെ വേറൊരു കളറാണത്. ഇത് ആ നേരത്തെ കാണിച്ചില്ലേ, ആ ഒരു ചെറിയ ചെറിയ ടൈപ്പ്, ആ പൂക്കളാണത്. ഇവിടെ ജമന്തി പോലത്തെ വേറൊരു വെറൈറ്റിയാണതേ. ഒരു ചെറിയൊരു മഞ്ഞയും വെള്ളയും കൂടിയുള്ളൊരു കളറ്. ഇവിടെ ഈ ചൂടായതുകൊണ്ടേ, അല്ലെങ്കിൽ ഇതൊക്കെ എത്ര ഫ്രഷായിട്ടിരിക്കേണ്ടതാണെന്നറിയോ. ഈ മഞ്ഞ നോക്കിയേ, ഓ അടിപൊളിയല്ലേ, നല്ല സൂപ്പർ മഞ്ഞ. അത് ഇത് രണ്ടും കൂടി നല്ല കോമ്പിനേഷൻ. ഇതിൻ്റെ പേര് ഇത്രയാണ് ഇതിൻ്റെ പൈസ, പക്ഷെ എൻ്റെ പേര് കറക്റ്റ് അറിയില്ല കേട്ടോ എന്താണെന്ന്. ഓക്കെ, അത് തന്നെ കുറേ ഉണ്ട് അവിടെ, വെറൈറ്റി ആയിട്ടുണ്ട്. ഓക്കെ, മഞ്ഞ, ആഹാ ഒരു തേനീച്ച കൂട്ടനുണ്ടല്ലോ അവിടെ, പോയി ഈ മഞ്ഞ. അതിൻ്റെ തന്നെ വേറെ രണ്ടൊന്ന് വെറൈറ്റിയും കൂടി ഇതിൻ്റെ അടുത്തുണ്ട്. ഞാൻ ഈ മഞ്ഞയും ഈ കടും മഞ്ഞയും കൂടി കാണിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാം കേട്ടോ. ഇത് കണ്ടോ, ഇതിൻ്റെ ഭംഗി നോക്കിയേ. ഈ വെള്ളയും ഈ ഒരു വയലറ്റ് കളറും കൂടി ഉള്ളത്, ഇതൊക്കെ ജമന്തി ടൈപ്പ് തന്നെയാണെന്ന് തോന്നുന്നു. ഇത് വയലറ്റ് മാത്രമായിട്ടുള്ളത്. ഇതെല്ലാം വാടിയിരിക്കുക. ഇത്രയും ചൂടിവിടെ ഒരിക്കലും വരാറില്ലല്ലോ. അതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റിയാണത്. അതിൻ്റെ തന്നെ മഞ്ഞ വേറെ. അതിൻ്റെ മജന്ത നോക്കിയേ, അടിപൊളി, സൂപ്പറല്ലേ. ഇത് ഡാലിയയാണേ. ഓ എന്തൊരു ഭംഗിയുള്ള കളേഴ്സ് കോമ്പിനേഷനാണല്ലേ. ഒരു കടും ഓറഞ്ചും മഞ്ഞയും കൂടി ഉള്ളതാണത്. അതിനിടയ്ക്ക് ആ ഒരു ചെടിയിൽ തന്നെ ഈ ഒരു കളറും വന്നിട്ടുണ്ട്. ഇത് പക്ഷേ വലിയ കുഴപ്പമില്ലാണ്ട് നിൽപ്പുണ്ടേ, ഇഷ്ടംപോലെ മുട്ടുകളൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. ഇതെല്ലാം അവർ വിൽക്കാൻ വെച്ചിരിക്കുന്നതാണ്. കുറച്ച് പൂവുണ്ടായി വരുന്നേ ഉള്ളൂ. ഇപ്പോൾ ചൂടായതുകൊണ്ട് അവരൊരു റൂമിലേക്ക് ഇങ്ങനെ മുകളിൽ റൂഫുള്ളിടത്തേക്ക് മാറ്റി വെച്ചിരിക്കുക. ഇത് ബിഗോണിയാണത്. അതിൻ്റെ പല കളേഴ്സ് ഉണ്ട്, വൈറ്റ് ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, റെഡ് ഉണ്ട്, എല്ലാ കളേഴ്സും ഉണ്ട് അതിനകത്ത്. ഇതൊരു പീച്ച് കളറാണ്. അതുപോലെ തന്നെ ഡാലിയയുടെ വേറെ കളേഴ്സ് ഇവരിങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ടേ. നോക്കിയേ, ഇതിൻ്റെ ഒരു ഭംഗി നോക്കിയേ. ചുമപ്പ്, ഇതൊരു സൈസ് ഇത് കണ്ടോ, ഒരു വെറൈറ്റി കളറല്ല, ഇത് നമ്മൾ കുത്തു പോലെ. പിന്നെ അതിൻ്റെ മഞ്ഞയ്ക്ക് എപ്പോഴൊരു ഭംഗി കൂടുതലുണ്ടോ. പിന്നെ വേറൊരു ചുമപ്പും റോസ് കളറും കൂടിയുള്ള കോമ്പിനേഷൻ. പിന്നെ അതിൻ്റെ പീച്ച് കളർ, പക്ഷേ ചെറിയതാണ്. ഓക്കെ, കുഞ്ഞ് പീച്ച്. അതുപോലെ തന്നെ വേറൊരു പിങ്കിഷ്. ഇത് മൊത്തം ഡാലിയയുടെ കുടുംബമാണെന്ന് തോന്നുന്നേ. നമുക്ക് കാണാൻ പറ്റും ഓരോരോ കളേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. ഓ ഇതിൻ്റെയൊക്കെ ഒരു ഭംഗി നോക്കിയേ. ആ പീച്ച് കളറിന് എന്തൊരു ഭംഗിയല്ലേ, കണ്ടോ പീച്ച് കളറിന്. ഇതും എല്ലാം കുറേയൊക്കെ ചൂടത്തെ വാടിപ്പോയി. ആ ചുമപ്പൊക്കെ കണ്ടോ, വാടി നിൽക്കുന്നുണ്ടോ, നിറയെ മുട്ടിട്ട് നിൽക്കുക. ചുമപ്പ് മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. ശരിക്കും ഇവിടെ വരുമ്പോൾ നമുക്ക് സങ്കടം വരും. എന്തുമാത്രം ഏക്കർ കണക്കിന് പൂക്കളുണ്ടായിരുന്ന സ്ഥലമാണേ. അത് ഈ ചൂടായിട്ട് ഇവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ഇവർക്ക് മാത്രമല്ല, ഓരോ നഴ്സറികളിലും എല്ലാം ഇങ്ങനെ ഡൈ ആയിപ്പോയി. കാരണം ഇത്രയും നാളിവിടെ ചൂട് അങ്ങനെ നിൽക്കാറില്ല. ഇടയ്ക്കൊരു മഴ പെയ്യുവേ. ഇതൊക്കെ തേനീച്ചകൾ നോക്കിയേ, നമ്മുടെ തുളസിക്കതിര് പോലെ അല്ലേ ഇത്. എന്തൊരു ടൈപ്പ് ചെടിയാണത്.
എൻ്റെ പേര് ഇതാ എഴുതിയിരിക്കുന്നത്. അല്ല അതതിൻ്റെ ഇതാ വെറൈറ്റിയാണ്. എനിക്ക് നമ്മുടെ ടീനയുടെയും റാണിയുടെ ഒക്കെ വീട്ടിലുള്ളൊരു ഇതാണ്. എൻ്റെ പേരെന്താണെന്ന് ഞാൻ മറന്നുപോയി. ടീനയ്ക്ക് റാണിക്കും അറിയാം, അവരുടെ വീട്ടിൽ വെച്ചിട്ടുണ്ടത്. ഓക്കെ, ഹോളി ഹോക്ക്. അതെ, ഇതാണ് എൻ്റെ പേര്, ഹോളി ഹോക്ക്. നല്ല ഭംഗിയുണ്ടല്ലേ, ഒരു റോസപ്പൂ പോലെ തന്നെ. എന്തൊക്കെ തരത്തിലുള്ള കളേഴ്സല്ലേ ഓരോ ചെടികളുടെ ഒക്കെ. വാടി നിൽക്കുക കുറേ. ഈ പൂവിൻ്റെ ഒരു ഭംഗിയൊക്കെ, അതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റി. ഇത് കണ്ടോ, ഈ മഞ്ഞയുടെ ഉള്ളിലൊരു കോഫി ബ്രൗൺ കളറായിട്ട് സൂപ്പർ അല്ലേ. ഇത് വേറെ എന്തൊരു വെറൈറ്റിയാണതേ, എന്താണെന്നറിയില്ല. ഇലച്ചെടികളോട് ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു സെക്ഷൻ. നല്ല കോഫി ബ്രൗൺ നിറത്തിൽ. അപ്പം നമ്മുടെ വീടുകളിൽ കാണുമായിരിക്കും അല്ലേ, നാട്ടിൽ. ഇതൊക്കെ വേറൊരു വെറൈറ്റി. ഇതും അത് തന്നെയാണ്. നമ്മുടെ നാട്ടിൽ തിരുഹൃദയ ചെടി എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഇരിക്കണം അല്ലേ. സൂപ്പറായിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഈ വെറൈറ്റികളെല്ലാം കാണുമായിരിക്കും. വേറെ വേറെ ശരിക്കും നമ്മുടെ നാട്ടിലുള്ളതാണല്ലേ. ഇവരുടെ ഫാമിലേക്ക് വന്നേ. ഇത് നോക്കിയേ, ബീൻസാണിത്. ഇതുണ്ടായി വരുന്നേ ഉള്ളൂ. കണ്ടോ, അതുകൊണ്ട് നമുക്ക് പറിക്കാറായിട്ടില്ല. അത് ഇതുപോലത്തെ ബീൻസ്, ഇതിന് റണ്ണർ ബീൻസ് എന്നാണ് പറയുന്നത് ഇവിടെ. ഇപ്പോൾ പൂക്കളുണ്ടായി കിടക്കുന്നുണ്ടോ. ഇത് അതങ്ങനെ അതെ അങ്ങേറ്റം വരേണ്ടേ. കണ്ടോ, അങ്ങനെ ഒരു 2-3 നിര നിറയെ ഉണ്ടായി കിടക്കും. അതൊരു എനിക്കൊന്ന് 2 വീക്സ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പറിക്കാൻ പറ്റും. ഇത് കണ്ടോ, ഉണ്ടായി കിടക്കണണ്ട. ഒരുപാട് വാരങ്ങൾ നിറയെ ആ ഒരു റണ്ണർ ബീൻസാണ്. ഓണമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ വന്ന് പറിച്ചെടുക്കാൻ പറ്റും. ഇത് ബ്ലാക്ക് ബെറീസാണതേ, ബ്ലാക്ക് ബെറീസ്. ഇതെല്ലാം നല്ല ബ്ലാക്ക് നിറത്തിലാവും. ഇത് നിങ്ങൾ കണ്ടു കാണുമല്ലോ അല്ലേ. ഇതാദ്യം ഇങ്ങനെ റെഡിഷിലാണ് വരുന്നത്. ഇപ്പം നമുക്ക് പറിക്കാനായിട്ട് അവർ അലൗ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഈ ഒരു കളറിൽ വരും. ഇതങ്ങ് നിറയെ ഉണ്ടത്, വേണ്ട അങ്ങ് നിറയെ ആൾക്കാരൊക്കെ പറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ശരിക്കും കാണാൻ പറ്റും. ഇതിൻ്റെ ആദ്യം ഈ ഒരു കളറിലാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ബ്ലാക്ക് നിറത്തിലാവും. കറക്റ്റ് നല്ല ബ്ലാക്ക് ആയിട്ടുണ്ടത്. ഇത് ഇവിടെയൊക്കെ എല്ലാ റോഡ് സൈഡിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ വരുമ്പോൾ നമ്മുടെ പണ്ടത്തെ തൊണ്ടിപ്പഴത്തെയൊക്കെ പറ്റി ഓർമ്മ വരും അല്ലേ. എന്നാൽ ആരുമില്ല, ഞാൻ തനിച്ചേ ഉള്ളൂ. ടീനയും റാണിയൊക്കെ നോക്കിയപ്പോൾ ഇടാം. അപ്പോൾ ഇതിങ്ങനെ ഈ വാരങ്ങൾ നിറയെ ഇതിൻ്റെ ഫാമാണ്. നമ്മുടെ മത്തങ്ങയാണെന്ന് തോന്നുന്നു കേട്ടോ. അത് ഈ ഒരു കളറിൽ പൂവൊക്കെ കണ്ടിട്ട് മത്തങ്ങയുടെ ഷേപ്പാണതേ. നല്ല മഞ്ഞ നിറത്തിൽ ഒരുപാടുണ്ട് അല്ലേ. നമ്മുടെ മത്തങ്ങയല്ലേ ഇത്, ഈ ഒരു ഷേപ്പ്. ഇവിടെ ഓരോ ചുവടിലും വലുതുണ്ടായി കിടപ്പുണ്ട്. ഓക്കെ, ഇത് വലുത് അവിടെ ഉണ്ട്, അത് കാണിച്ചു കേട്ടോ. അയ്യോ, ഇതൊരു വലുതാണ്. ഇവിടെ വരണം, ഒരു വലിയ കാണാൻ. മത്തങ്ങ വന്നത് കണ്ടോ, ഒരു വലുത്. ഇതൊക്കെ ഈ പാടം നിറയെ അതുണ്ടായി കിടക്കുവാണ്. ഇഷ്ടമല്ല, ഓരോ ചുവട്ടിലുണ്ട് ഓരോന്ന്. നമ്മുടെ സാധാരണ ബീൻസിൻ്റെ ഒരു ചെടിയാണിതേ. നമ്മുടെ നാട്ടിലെ സാധാരണ ബീൻസില്ലേ, അതിങ്ങനെ കുറ്റിച്ചെടിയായിട്ട് നിൽക്കുന്നത് വേണ്ട. ഇത് നിറയെ അതാണ് കുറ്റിച്ചെടിയായിട്ട് നിൽക്കുന്നത്. മറ്റേ റണ്ണർ ബീൻസ് വലിയ ചെടിയാവും. ഇങ്ങനെ ഈ വാരങ്ങൾ നിറയെ അതാണ്. നമ്മുടെ കുക്കുംബറിൻ്റെ തന്നെ വേറൊരു വെറൈറ്റിയാണതേ. അതിൻ്റെ വേറെ കളറിൽ വരുന്നത് അതുകൊണ്ട് മഞ്ഞ നിറത്തിൽ. ഞാനും അങ്ങനെ അധികം കണ്ടിട്ടില്ല കേട്ടോ. മഞ്ഞ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. ഇതിങ്ങനെ ആ വാരം നിറയെ അതാണത്, മഞ്ഞ കുക്കുംബർ. ഇത് നമ്മുടെ സാധാരണ കുക്കുംബറിന് തന്നെ വേറൊരു വെറൈറ്റിയാണ് കേട്ടോ. അത് കോർജറ്റ് എന്ന് പറയും. ഇത് നമുക്ക് കറിയൊക്കെ വെക്കാൻ പറ്റുമേ. ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ. അങ്ങനെ നിറയെ ഉണ്ടായിട്ടുണ്ട്. ഇനി ഈ വാരം നിറയെ അതാണ്. ഇതാണൊരു വ്യൂ. അവിടെ ബീൻസും റണ്ണർ ബീൻസും എല്ലാം കൂടി ഉള്ളതാണത്. വലിയൊരു ഫാമാണത്. പിക്കുവൽ എന്നാണ് അതിൻ്റെ പേര്. ഞങ്ങൾ വീട്ടിനടുത്തുനിന്നൊരു 20 മിനിറ്റ് ദൂരെ. ഇനിയും കോൺ ഒക്കെ അവിടെ പാകമായിട്ട് വരുന്നുണ്ട്.
ഇതൊരു 2 വീക്സ് കഴിയുമ്പോഴത്തേക്കും കോണൊക്കെ പാകാവും.